അതെ, നീറ്റ് 2025 വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയേറുന്നു. 2024 സംഭവിച്ച ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടിയായി ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സമിതി കമ്മിറ്റി നിയോഗിച്ച ആ റിപ്പോർട്ടിൻ്റെ വലിയ സാധ്യതകളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. 2025 നീറ്റ് ഓൺലൈനും അതോടൊപ്പം ഹൈബ്രിഡ് മോഡിലും നടത്താനുള്ള സാധ്യതകളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ വർഷം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 2 അവസരങ്ങളിലായി മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഓൺലൈൻ മോഡിലും ഓൺലൈൻ നടത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ഹൈബ്രിഡ് മോഡലിലുമായിരിക്കും നീറ്റ് 2025 നിങ്ങൾക്ക് മുമ്പിലെത്തുക. പത്രമാധ്യമങ്ങളിൽ നിന്നും ഓൺലൈൻ മീഡിയയിൽ നിന്നും ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സമിതി സമർപ്പിച്ച മറ്റു 2 നിർദ്ദേശങ്ങൾ ഉയർന്ന പ്രായപരിധിയും അതുപോലെ കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് എഴുതുന്ന രീതിയും ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. നീറ്റ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ്ലൈൻ മോഡിൽ നിന്ന് പൂർണ്ണമായും ഓൺലൈൻ മോഡിലേക്ക് മാറുന്ന ഏറ്റവും വലിയ സാധ്യതകളാണ് നീറ്റ് 2025 സംഭവിക്കുന്നത്. പൂർണ്ണമായും ഓൺലൈൻ മോഡിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സാഹചര്യവും അതില്ലാത്തടത്ത് മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ മീഡിയയിലും OMR ഉപയോഗിച്ച് പരീക്ഷ എഴുതാനുള്ള സംവിധാനവുമായിരിക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ വർഷം നടപ്പിലാക്കാനുള്ള സാധ്യതകൾ. ഈ ശുപാർശകളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സുപ്രീം കോടതിയുടെയും പരിഗണനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത്. 2025 ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും മെയ് മാസത്തിലും ജൂൺ മാസത്തിലും 2 അവസരങ്ങളിലായിട്ടായിരിക്കും നീറ്റ് 2025 സാധ്യതകൾ. ഈ 2 എക്സാമിൻ്റെയും ഏറ്റവും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ചായിരിക്കും 2025 നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് തയ്യാറാക്കാനുള്ള സാധ്യത. നീറ്റ് 2025 ഓൺലൈൻ മോഡിലോട്ട് മാറുന്നതോടുകൂടി ഏറ്റവും ആശ്വാസകരമാകുന്നത് വിദ്യാർത്ഥികൾക്കാണ്. സമയലാഭവും അറ്റൻഡ് ചെയ്ത ആൻസർ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്ന സൗകര്യവും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഒരു കാരണവശാലും തെറ്റുവരില്ല എന്നുള്ളതും കുട്ടികളുടെ ടെൻഷൻ 60% വരെ ലഘൂകരിക്കും. എന്നാൽ ഈ ആനുകൂല്യങ്ങൾ ഹൈബ്രിഡ് മോഡിൽ എഴുതുന്നവർക്ക് ലഭ്യമാവില്ല എന്നുള്ള അപാകതയും നമുക്ക് മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഇത് നടപ്പിലാക്കാനുള്ള സമയക്കുറവും. 2024 ആരോപണങ്ങൾ NTA മുമ്പിൽ നിൽക്കുമ്പോൾ ഇനി ഒരിക്കൽ കൂടി അപാകതകളിലേക്ക് പോകുവാൻ അവർക്ക് സാവകാശവുമില്ല. അതുകൊണ്ട് നീറ്റ് 2025 ഏറ്റവും കൃത്യമായ രീതിയിൽ കൃത്യമായ അറിയിപ്പുകളോടുകൂടി തന്നെ 2025 ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നീറ്റ് 2025 ഓൺലൈൻ ആൻഡ് ഹൈബ്രിഡ് മോഡിലോട്ട് മാറുമ്പോൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററും ഒരു മുഴം മുമ്പ് തന്നെ ആ രീതിയിലേക്ക് ഏറ്റവും കൃത്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നീറ്റ് 2025 ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.